ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഏതൊരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ നമ്മളിപ്പോൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പറയുകയാണെങ്കിലും ഏതിനും രണ്ട് സൈഡ് ഉണ്ടായിരിക്കും. അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് ഇനി അതിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോൾസ്, പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. Every technology has some disadvantages and the same goes for artificial intelligence. Being so advantageous technology, still it has some disadvantage which we need to keep in our mind while creating an AI system. ഏതൊരു കൺസെപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിലും അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ടെക്നോളജി ആണെങ്കിൽ കൂടെ സ്റ്റിൽ ഇറ്റ് ഹാസ് സം ഡിസഡ്വാൻറ്റേജസ്. നമുക്ക് ആ ഒരു പ്രോപ്പർ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ വരാവുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ഹൈ കോസ്റ്റ്. The hardware and software requirement of AI is very costly as it requires lots of maintenance to meet current world requirements. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. മാത്രമല്ല നമ്മുടെ ഈ റിയൽ വേൾഡ് റിക്വയർമെൻറ്റ്സിനെയൊക്കെ എപ്പോഴും മീറ്റ് ചെയ്യാനും മെയിൻ്റെനൻസ് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞതും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ജസ്റ്റ് റോബോട്ടിന് വാങ്ങിയാൽ പോരല്ലോ, പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കോസ്റ്റ്ലിയാണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കോസ്റ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ കോസ്റ്റ് വിൽ ബി എ പ്രോബ്ലം. ഓക്കെ, അതാണ് ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് വരുന്നത് ഹൈ കോസ്റ്റ് ആണ്. അത് ഹാർഡ്വെയർ സൈഡ് ആവട്ടെ, സോഫ്റ്റ്വെയർ സൈഡ് ആവട്ടെ, മെയിൻ്റനൻസ് ആവട്ടെ, മെയിൻ്റനൻസ് കോസ്റ്റ് ഓൾസോ ഷുഡ് ഹൈ. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്? ക്യാൻ തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. അതായത് അതിനെപ്പോഴും നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. റോബോട്ടാവട്ടെ മെഷീൻ ആവട്ടെ നമ്മളത് പ്രീ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ആ ഒരു ലിമിറ്റിൽ അപ്പുറത്തേക്ക് അതിന് തിങ്ക് ചെയ്യാനോ സോൾവ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വൈഡായിട്ടായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എങ്കിലും there may be some limitations. കാരണം എന്താണ് അവർക്ക് വരാൻ പോകുന്ന ഒരു ഇൻപുട്ട്, എന്താണ് ഇപ്പോൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലെങ്കിലും അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് വരും. ഈവൻ വി ആർ മേക്കിംഗ് സ്മാർട്ടർ മെഷീൻസ് വിത്ത് AI, but still they cannot work out of the box, as the robot will only do that work for which they are trained or programmed. നമ്മൾ എത്ര സ്മാർട്ടർ മെഷീൻസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, അവർ എത്രത്തോളം ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞാലും, പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ് എന്ന് പറഞ്ഞാലും, ഇറ്റ് കനോട്ട് വർക്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. അതായത് അതിൻ്റെ ആ ലിമിറ്റിൻ്റെ അപ്പുറം അതിനെന്ത് ചെയ്യാൻ കഴിയില്ല, മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും പലപ്പോഴും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്താണ്? നോ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അതായത് ഇത് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മെഷീനാണ്. എല്ലാത്തിൻ്റെ അപ്പുറം ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെഷീനോ റോബോട്ടോ ആണ്. ഒരിക്കലും ഹ്യൂമനുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ഫീലിങ്സോ ഇതിന് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പർ മെയിൻ്റനൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ചിലപ്പോഴെങ്കിലും അത് ഹ്യൂമൻ ഹാംഫുൾ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. AI machine can be an outstanding performer, but still it does not have the feelings, so it cannot make any kind of emotional attachment with human and may sometimes be harmful for users if the proper care is not taken. എത്രയൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ ആയിക്കോട്ടെ, സ്മാർട്ടർ ആയിക്കോട്ടെ, പക്ഷെ അതിന് ഫീലിങ്സ് ഒന്നുമില്ല, ഒരിക്കലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഇല്ല. സോ പലപ്പോഴെങ്കിലും അത് ഹാംഫുൾ ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് പ്രോപ്പർ കെയറോ അല്ലെങ്കിൽ പ്രോപ്പർ മെയിൻ്റനൻസോ കൊണ്ടുപോയില്ല എങ്കിൽ. പിന്നെ വരുന്നത് ഇൻക്രീസ് ഡിപ്പെൻഡൻസി ഓൺ മെഷീൻസ്. ഇത് വലിയൊരു പ്രോബ്ലമാണ്. ഇന്നത്തെ കാലത്ത് തന്നെ നമ്മൾ നേരിടുന്ന വലിയൊരു ഇഷ്യൂ ആണ്. കാരണം നമ്മളൊരു പരിധിക്കപ്പുറം നമ്മൾ ഈ മെഷീൻസിനെ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസുകൾ അല്ലെങ്കിൽ ഈ ഒരു എനിത്തിങ്
നമ്മളിപ്പോൾ ഫോണിന് ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്കറിയാം, ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേത് നമ്മൾ ഫോണിലാണ് സെർച്ച് ചെയ്യുന്നത്. നമ്മൾ സ്വയം ഒന്ന് തിങ്ക് ചെയ്യാനോ സ്വയം ഒന്ന് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനോ പോലും ശ്രമിക്കാത്തൊരു സാഹചര്യം ഇന്നേ ആയിക്കഴിഞ്ഞു. ഭാവിയിൽ ഇനി കംപ്ലീറ്റ് റോബോട്ടിക്സും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മെൻ്റൽ എബിലിറ്റി നമുക്കുണ്ടാവും? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അതാണ് വലിയൊരു ഡിസഡ്വാൻറ്റേജ് പിന്നെ വരുന്നത്. മെഷീൻസിനെ അധികമായി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം. With the increment of technology, people are getting more dependent on devices and hence they are losing their mental capabilities. ഇങ്ങനെ ടെക്നോളജി കൂടിക്കൂടി കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മൾ ഡിവൈസുകളെയും മെഷീൻസിനെയൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അപ്പം നമ്മളുടെ മെൻ്റൽ ക്യാപ്പബിലിറ്റി നമുക്ക് ലോസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ വെറും ഒരു ലേസി പീപ്പിൾ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളായിട്ട് മാറും. ദെൻ നോ ഒറിജിനൽ ക്രിയേറ്റിവിറ്റി. അതായത് നമുക്കറിയാം ഹ്യൂമണിനുള്ള പ്രത്യേകത എന്താണ്? ക്രിയേറ്റിവിറ്റി ഉണ്ട്, നമുക്ക് തിങ്കിങ് എബിലിറ്റി ഉണ്ട്, ഇമാജിനേറ്റീവ് കപ്പാസിറ്റി ഒക്കെ നമുക്കുണ്ട്. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരിക്കലും ഒരു ഹ്യൂമണായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയാൻ മാത്രം അത്രയും ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. അതും പലപ്പോഴും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും. ആസ് ഹ്യൂമൻസ് ആർ സോ ക്രിയേറ്റീവ് ആൻഡ് ക്യാൻ ഇമാജിൻ സം ന്യൂ ഐഡിയാസ്, ബട്ട് സ്റ്റിൽ AI മെഷീൻ കനോട്ട് ബീറ്റ് ദിസ് പവർ ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് കനോട്ട് ബി ക്രിയേറ്റീവ് ആൻഡ് ഇമാജിനേറ്റീവ്. അതായത് എന്തൊക്കെയായാലും AI ഒരുപാട് ക്രിയേറ്റിവിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെസ്സൊക്കെ പ്ലേ ചെയ്യാൻ കഴിയുന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആ ഒരു തിങ്കിങ് പവർ, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അത്ര സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കില്ല അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ നോർമൽ പീപ്പിളായിട്ടൊക്കെ ചെയ്യാൻ ഒരു പക്ഷേ കഴിയും. പക്ഷേ ടു കോമ്പീറ്റ് വിത്ത് എനി പീപ്പിൾ, അല്ലെങ്കിൽ ഏതൊരാളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സാഹചര്യം അവിടെ പ്രശ്നമാണ്. കാരണം ഒരിക്കലും AI മെഷീന് ഒരിക്കലും ഒറിജിനൽ ക്രിയേറ്റിവിറ്റി ഇല്ല. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത ക്രിയേറ്റിവിറ്റിയേ ഉള്ളൂ. അവിടെയും ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടത് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പോയിൻ്റ് ഹൈ കോസ്റ്റാണ്. അത് ഞാൻ പറഞ്ഞു, ഒരു പെർട്ടിക്കുലർ ടീമിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് യൂറോപ്യൻസ് കൺട്രീസ്, അവിടേക്ക് ഒരു പരിധി വരെ അതൊരു പ്രശ്നമല്ല, അവർക്ക് കോസ്റ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. പക്ഷേ നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ എല്ലാ ആളുകളെയും പരിഗണിക്കുമ്പോൾ കോസ്റ്റ് ഈസ് എ പ്രോബ്ലം. ഹാർഡ്വെയർ സൈഡായാലും സോഫ്റ്റ്വെയർ സൈഡായാലും മെയിൻ്റനൻസ് കോസ്റ്റ് ആയാലും ഇറ്റ് വിൽ ബി എ ഹൈ കോസ്റ്റ്. പിന്നെ വരുന്നത് കാൺ തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. അതായത് നമ്മൾ എത്രയൊക്കെ സ്മാർട്ടർ മെഷീനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ച, ട്രെയിൻ ചെയ്ത് വെച്ച ആ ഒരു AI മെഷീന് ഒരിക്കലും ആ ഒരു ലിമിറ്റിൻ്റെ അപ്പുറം തിങ്ക് ചെയ്യാനോ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. അതാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്ക് അപ്പുറമേ പ്രശ്നമായി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ AIയിൽ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഡിസഡ്വാൻറ്റേജ് സൈഡാണെന്ന് മാത്രം. പിന്നെ നോ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. നമ്മൾ പറഞ്ഞു AI മെഷീൻ ഒരിക്കലും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഹ്യൂമൺ ആയിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴെങ്കിലും ഹാംഫുൾ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പെറ്റ് റോബോട്ട് എന്നൊന്നും പറഞ്ഞ് കൊണ്ടു നടക്കാൻ പറ്റില്ല. എപ്പോഴാണ് പണി കിട്ടുക അല്ലെങ്കിൽ ഹാംഫുൾ ആവാമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല. പിന്നെ ഇൻക്രീസ് ഡിപ്പെൻഡൻസി ഓൺ മെഷീൻ. ഇതാണ് ഭാവി തലമുറ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഹ്യൂമൺ ഒരുപാട് മെൻ്റൽ എബിലിറ്റി ഉണ്ട്, തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഇമാജിനേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു പരിധിക്കപ്പുറം മെഷീനെ അവർ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴേ നമ്മൾ പറഞ്ഞ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ജനറൽ ഡിസഡ്വാൻറ്റേജ്. പിന്നെ നോ ഒറിജിനൽ ക്രിയേറ്റിവിറ്റി. എന്തൊക്കെയായാലും ഹ്യൂമൻ്റെ അത്രയും ക്രിയേറ്റീവായിട്ടോ ഇമാജിനേറ്റീവായിട്ടോ പുതിയ പുതിയ ഐഡിയാസ് തിങ്ക് ചെയ്യാനോ ഒന്നും റോബോട്ടിന് കഴിയില്ല. ദേ ആർ ട്രെയിൻ ആൻഡ് പ്രോഗ്രാംഡ്. അതുമാണ് ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. ഇത്രയാണ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.